അടുത്ത നോക്കാൻ പോണ ഹെർണിയ. ഹെർണിയ എന്തുവാ? ഓർഗൺ ഓർ ഫാറ്റി ടിഷ്യൂ പുഷസ് ത്രൂ എ വീക്ക് സ്പോട്ട് ഇൻ ദ സറൗണ്ടിങ് മസിൽസ് ഓർ കണക്റ്റീവ് ടിഷ്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഓർഗൺ ആകാം, ഇല്ലെങ്കിൽ ഒരു ഫാറ്റി ടിഷ്യൂ. അതെന്ത് ചെയ്യും? ഒരു വീക്ക് സ്പോട്ടിലൂടെ, നമ്മുടെ ശരീരത്തിനകത്തുള്ളൊരു വീക്ക് സ്പോട്ടിലൂടെ അത് നമ്മുടെ ശരീരത്തിന് പുറത്തോട്ട് വരാൻ ശ്രമിക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെർണിയ എന്ന് പറയുന്നത്. ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഇൻക്ലൂഡ് ഇൻഗുനൽ ഹെർണിയ. ഇൻഗുനൽ ഹെർണിയ എന്ന് വെച്ചാൽ എന്തുവാ? ഇറ്റ് ഈസ് എ അബ്ഡോമിനൽ മസിൽ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ ബൾജാവും. അതായത് സോഫ്റ്റ് ടിഷ്യൂ അബ്ഡോമിനൽ മസിൽസിലൂടെ ബൾജായി പുറത്തോട്ട് വരാൻ നോക്കുന്നു. അതാണ് എന്ത്? ഇൻഗുനൽ ഹെർണിയ. അത് ഈസിലി വിസിബിൾ ആണ്. സൈൻസ് ആൻഡ് സിംറ്റം അതിൻ്റെ അതൊക്കെ വരും. സൈൻസ് സിംറ്റം ബൾജ് ഇൻ ദ ഗൊറൈൻ ഓർ സ്ക്രോട്ടം. ഗൊറൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ട്, ആ ഒരു പാർട്ടിൻ്റെ അവിടെ എന്ത് പറ്റും? നമുക്ക് ബൾജ് കാണാൻ പറ്റും. അതുപോലെ പ്രഷറും ഡിസ്കംഫർട്ടും ഏക്കിങ് ഒക്കെ കാണും. അതായത് നമുക്ക് അവിടെയൊക്കെ ഡിസ്കംഫർട്ട് കാണും. അതുപോലെ നമുക്ക് എപ്പോഴും ഒരു വേദന കാണും. നെക്സ്റ്റ് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്തൊക്കെയാണെന്ന്? ഫിസിക്കൽ എക്സാമിനേഷൻ. നമുക്ക് അതിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ സ്വെല്ലിംഗ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് സർജറി വരും, പിന്നെ ലാപ്രോസ്കോപ്പിയും വരും. നെക്സ്റ്റ് വരുന്ന ഇതാണ് സ്റ്റേജ് അല്ലെങ്കിൽ ടൈപ്സ് ആണ് ഹൈറ്റൽ ഹെർണിയ. ഹൈറ്റൽ ഹെർണിയ എന്ന് വെച്ചാൽ എന്തുവാ? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സ്റ്റൊമക്ക് ബൾജിങ് ഔട്ട് ത്രൂ ഡയഫ്രം മസിൽ. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ പാർട്ടാണ്, പക്ഷേ അത് ഡയഫ്രം മസിൽസൂടെ പുറത്തോട്ട് വരാൻ നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഹൈറ്റൽ ഹെർണിയ. അതിൻ്റെ ഒരു ടൈപ്പാണ് എന്ത്? ഹൈറ്റസ് ഹെർണിയ. ഹൈറ്റസ് ഹെർണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഒരു പാർട്ട് ചെസ്റ്റ് ക്യാവിറ്റി വഴി പുറത്തോട്ട് വരാൻ നോക്കുന്നു. അത് ഈസോഫാഗസിൻ്റെ ആ ഒരു റൂട്ട് വഴിയാണ് ഇത് പുറത്തോട്ട് വരാൻ നോക്കുന്നത്. അതാണ് ഹൈറ്റസ് ഹെർണിയ. സൈൻസ് ആൻഡ് സിംറ്റം എന്ന് പറയുന്നത് എന്തൊക്കെ വരും? ഹാർട്ട് ബേൺ ഒരുമാതിരി എരിച്ചിൽ പോലെ തോന്നും. അതുപോലെ ചെസ്റ്റ് പെയിൻ കാണും. അതുപോലെ ബ്ലച്ചിങ് അല്ലെങ്കിൽ ഹിക്കപ്സ്, നമുക്ക് എപ്പോഴും ഇക്കിൾ വരാൻ അങ്ങനത്തെ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഡയഗ്നോസ്റ്റിക് വാല്യൂഷൻ എന്ന് പറയുന്നത് എക്സ്റേ, CT സ്കാൻ, എൻഡോസ്കോപ്പി, ബേരിയം സാലോ. നമ്മൾ ബേരിയം സാലോയെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാൻ പറ്റും അതിനകത്ത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ കാണുന്നുണ്ടോ. നെക്സ്റ്റ് അതിൻ്റെ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എൻകറേജ് ഷോർട്ട് മീൽ. നമ്മൾ ഹൈ മീലിന് പകരം ഷോർട്ട് മീൽ റെക്കമെൻഡ് ചെയ്യുക. അതേപോലെ എലിവേറ്റഡ് ഹെഡ്, അവർക്ക് ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ട് കാണും, അപ്പോൾ അവരുടെ ഹെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുക. അതുപോലെ മെഡിക്കേഷൻസ്, സർജറി. ഇത്രയാണ് മാനേജ്മെൻറ്റ് വരുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് അംബലിക്കൽ ഹെർണിയ. അംബലിക്കൽ ഹെർണിയ എന്ന് വെച്ചാൽ അംബലിക്കൽസ് എന്തുവാ? നമ്മുടെ ആ ഒരു പൊക്കിൾ റീജിയനാണ് അംബലിക്കൽ എന്ന് പറയുന്നത്. ഇൻഡസ്റ്റൈൻ ഓർ അബ്ഡോമിനൽ മസിൽ അതാണ്. അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻ അബ്ഡോമിനൽ മസിൽസിലൂടെ പുറത്തോട്ട് വരാൻ നോക്കുന്നതിനാണ് അംബലിക്കൽ ഹെർണിയ എന്ന് പറയുന്നത്. അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റം എന്തൊക്കെ വരും? സൈൻസ് ആൻഡ് സിംറ്റം ബൾജ് കാണും, സ്വെല്ലിംഗ് ഇൻ അബ്ഡോമിനകത്ത് വരുന്ന സ്വെല്ലിംഗ് കാണും, അതുപോലെ ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ പെയിൻ കാണും. ആൻഡ് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്തൊക്കെ വരും? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഫിസിക്കൽ എക്സാമിനേഷൻ. കാരണം നമുക്ക് ആ ഒരു അംബലിക്കൽ റീജിയൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് മാനേജ്മെൻറ്റ് ഏതൊക്കെ വരും? മെഡിക്കേഷൻസും വരും, സർജറിയും വരും. നെക്സ്റ്റ് ആണ് എന്ത്? ഇൻസിഷ്യൽ ഹെർണിയ. ഇൻസിഷ്യൽ ഹെർണിയ എന്ന് വെച്ചാൽ എന്തുവാ? അതൊരു പ്രീവിയസ് സർജറി കാരണം ഉണ്ടാകുന്ന ഹെർണിയ. എന്ന് വെച്ചാൽ പ്രീവിയസ് സർജറിക്കകത്ത് ഉണ്ടാകുന്ന അതിന് പാർട്ടായിട്ട് അല്ലെങ്കിൽ അതിനൊരു സൈഡ് എഫക്റ്റ് പോലെ വരുന്ന ഒരു ഹെർണിയാണ് ഈ ഒരു ടൈപ്പ് ഹെർണിയ എന്ന് പറയുന്നത്. അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റം അതൊക്കെ വരും. സൈൻസ് ആൻഡ് സിംറ്റം എന്ന് പറയുന്നത് ബൾജ് ഓർ സ്വെല്ലിംഗ് കാണും, അതുപോലെ ഡിസ്കംഫർട്ട് ആൻഡ് പെയിൻ കാണും. പിന്നെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ കാണും. പിന്നെ ഹിസ്റ്ററി കളക്ഷൻ, നമുക്ക് എന്തെങ്കിലും ഇതുപോലെ സർജറി നടന്നിട്ടുണ്ടെന്ന് അറിയണം, അത് കാരണം ഹിസ്റ്ററി കളക്ഷൻ വേണം. പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണുള്ളത്? മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് റീഇൻഫോഴ്സ്മെൻറ്റ് വീക്ക്നെസ്, അബ്ഡോമിനൽ വാളുണ്ടാകുന്ന വീക്ക്നെസ് നമ്മൾ റെക്ടിഫൈ ചെയ്യും. അതാണ് നമ്മൾ പറയുന്നത്, വേറെ ഒന്നുമല്ല. നെക്സ്റ്റ് ആണ് ഫെമറൽ ഹെർണിയ. ഫെമറൽ ഹെർണിയ എന്ന് വെച്ചാൽ എന്തുവാ? ഇറ്റ് ഈസ് ദ ഫാറ്റി ടിഷ്യൂ അല്ലെങ്കിൽ ബവൽ പാർട്ട്. ആ ഒരു പാർട്ട് ഗോറിയൻ റീജിയനിലൂടെ പുറത്തോട്ട് വരുന്നു. അതിനാണ് ആ ഒരു ഹെർണിയ എന്ന് പറയുന്നത്. അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റം എന്ന് പറയുന്നത് ബൾജ് ഇൻ ദ ഗോയിൻ, ആ ഒരു ഗോയിൻ പാർട്ടിൽ ബൾജ് കാണും, അതുപോലെ നോസിയ വോമിറ്റിംഗ് കാണും. ആൻഡ് ഡയഗ്നോസ്റ്റിക് ഹിസ്റ്ററി കളക്ഷൻ ഫിസിക്കൽ എക്സാമിനേഷൻ തന്നെ ആയിരിക്കും. അതിന് ഇമേജിംഗ് ടെസ്റ്റ്, CT സ്കാൻ, MRI അതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. മാനേജ്മെൻറ്റ് എന്ത് പറ്റും? മെഡിക്കേഷനും സർജിക്കൽ റിപ്പയറും പ്രോംപ്റ്റ് റിപ്പയറും നമ്മൾ ചെയ്യും. അതാണ് എന്ത്? ഫെമറൽ ഹെർണിയ എന്ന് പറയുന്നത്. സോ മൊത്തം ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇൻഗ്വലുണ്ട്, ഹെയ്റ്റലുണ്ട്, അംബലിക്കലുണ്ട്, ഇൻസിഷ്യലുണ്ട്, ഫെമറലുണ്ട്. ഇതാണ് എന്ത്? ഹെർണിയ.